നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സമ്മതിച്ചു. പക്ഷേ ഒരു കുറവുണ്ട്. എനിക്കൊരു മരുമോളുണ്ടായിരുന്നു, നിധി. അവള് വന്നില്ല. അല്ല, നീ ഉച്ചകൊണ്ട് വരാൻ നോക്കാന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? ഒന്നും പറയണ്ട ഗൗതം, ഇവിടെ ആകെ പ്രശ്നമായി പോയിന്നേ. അയ്യോ, അത് ചോദിക്കാൻ മറന്നുപോയി. പാറും എന്തിനാ നിന്നെ തിരിച്ചു വിളിച്ചത്? അവിടെ എന്താ പ്രശ്നം? വിളിച്ചുടനെ വലിയൊരു ടെൻഷൻ തരുന്ന ഒരു കാര്യം പറയണ്ടെന്ന് കരുതിയാ ആദ്യം ഞാനത് പറയാതിരുന്നത്. ആ, എന്താന്ന് വെച്ചാ നീ പറഞ്ഞിതി. അതെ, ശിവാനി തിരികെ ഈശ്വരമംഗലത്തേക്ക് വന്നിട്ടുണ്ട്. എന്താ നിധി ഇത്? അതെങ്ങനെ നടന്നു? പാർവതിയും പ്രണവും അവളെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞിരുന്നതല്ലേ? അമ്മ ഇപ്പോഴും ശിവാനി അകത്ത് കയറ്റില്ല എന്ന കടുംപിടുത്തത്തിൽ തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? ശിവാനിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആരാണെന്ന് അറിയണ്ടേ? പ്രണവ. അവൻ തന്നെയാ ശിവാനിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പ്രണവോ? അതെങ്ങനെ? അവൻ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. അവനെ വീണ്ടും കള്ളുകൂടിയും തുടങ്ങിയിട്ടുണ്ട് ഗൗതം. പോരാത്തതിന് ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് ഗൗതമൻ അറിയോ? എന്തായാലും ഇപ്പൊ ശിവാനി ഈശ്വരമംഗലത്തേക്ക് തിരികെ എത്തി താമസമായി കഴിഞ്ഞു. എന്തിന്റെ പേരിലായാലും പ്രണവളെ തിരികെ കൊണ്ടുവന്നത് ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തൽക്കാലം നമ്മളായിട്ട് ഒന്നും പറയാൻ പോണ്ട ഗൗതം. എത്രയും വേഗം ഒഴിവാക്കാൻ വേണ്ടി അവൻ സ്വീകരിച്ച ഒരു വഴിയാണിതെന്നാ പ്രണവ് ഇപ്പൊ പറയുന്നത്. ഈ 6 മാസം കൊണ്ട് അവള് പ്രണവിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കുമെന്ന് ശിവാനിയും പറയുന്നുണ്ട്. എല്ലാം നന്നായി വരുമെങ്കിൽ നന്നാവട്ടെ. നിധി പറഞ്ഞത് അതിന്റെ ശരി. ചിലപ്പോ ഈ 6 മാസം ഒരുമിച്ച് ജീവിക്കുമ്പോ അവർക്ക് പിന്നെയും മുന്നോട്ട് പോയാലെന്ന് തോന്നിയാലോ, അല്ലേ? ഒക്കെ നല്ലതിനാവൂന്ന് കരുതിയാ മതി. അതെ ആന്റി. എന്തായാലും ബാക്കി കാര്യം ഞാൻ വന്നിട്ട് സംസാരിക്കാം. നീ ഒരു അകലോട്ട് നിന്നാ മതി. ശരി, എന്നാ ഞാൻ വെക്കട്ടെ. ഗൗതം സാർ സ്റ്റുഡിയോയില് ഫോട്ടോ ഫ്രെയിം ചെയ്യാനായി ഏൽപ്പിച്ചിരുന്നു. ഞാൻ അത് തരാനായിട്ട് വന്നതാ. ഫോട്ടോ? ഏത് ഫോട്ടോ? അതെനിക്കറിയില്ല മാഡം. ഗൗതം സാറല്ലേ? ഇങ്ങതാ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഓ ശരി. ഗൗതം ആരുടെ ഫോട്ടോ ആയിരിക്കും ഫ്രെയിം ചെയ്ത് വാങ്ങിയത്? അത് 2 എണ്ണം ഉണ്ടല്ലോ. എന്തായാലും തുറന്നു നോക്കാം. എന്താ അത് സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പോയതാ. ഗൗതം ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരുന്ന ഫോട്ടോകള്. ആരുടെ ഫോട്ടോ ആണെന്ന് തുറന്നു നോക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. നിന്റെ ഫോട്ടോ എന്തെങ്കിലും ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഏട്ടന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇത് ഏട്ടനുള്ളതെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ കൊണ്ടുവന്ന് നിന്റെ ഏൽപ്പിച്ചത്? അതെ.